മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്ന ഒരു മാമ്പഴ പുളിശ്ശേരി. ഇനി കോവിലങ്ങളിലത്തെ മാമ്പഴ പുളിശ്ശേരി പറയാം. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ മാങ്ങ കുറച്ച് ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കും. പഴുത്ത മാങ്ങ അങ്ങനെ തൊലി കളഞ്ഞിട്ടിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കും. ഒന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ ഒരു ചെറിയ വേവ് പോലെ അതിനകത്ത് വരും. അതിനകത്തേക്ക് നല്ലപോലെ ശർക്കരപ്പാനി അങ്ങോട്ട് ഒഴിക്കും. ശർക്കരപ്പാനിയും ഈ മാങ്ങയും കൂടി ഇങ്ങനെ വഴണ്ട പോലെ ഇങ്ങനെ വഴറ്റി ഇങ്ങനെ എടുക്കണം. ഫുൾ മാങ്ങ 2 മാങ്ങ ഇട്ടാൽ മതി. കുറച്ച് ഒരു ചെറിയ ഫാമിലിക്ക് 2 3 മാങ്ങ മതി. അതും ചന്ദ്രക്കാര മാങ്ങ ഏറ്റവും നല്ല കേട്ടോ. ഇങ്ങനെ പിഴിഞ്ഞു കൂട്ടുന്നതില്ലേ, അങ്ങനത്തെ ചന്ദ്രക്കാര കൊച്ചു മാങ്ങയല്ലേ, അത് 3-4 ഇട്ടാലും ഇത്രയേ ഉള്ളൂ. എന്നിട്ട് അതിൽ ഈ ശർക്കരപ്പാനി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കണം. അപ്പം അതിങ്ങനെ എല്ലാം കൂടെ കുഴഞ്ഞ പോലെ വരും. എന്നിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിക്കണം. അപ്പൊ ആ നെയ്യിന്റെ മണം അതിലോട്ട് അങ്ങോട്ട് പിടിക്കും, ഈ മാങ്ങയിലോട്ട്. അത് അറിയരുത്, അതെ സ്പെഷ്യൽ പറഞ്ഞു കൊടുക്കരുത്. ഞങ്ങൾ ആരോടും പറയില്ല ചേച്ചി, വേഗം പറഞ്ഞോളൂ.